ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.5ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോന്നിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി അതിനകത്ത് സബ്സെറ്റുകളാണ് എയും ബിയും. അപ്പോൾ അത് രണ്ടും നമ്മൾ സർക്കിൾസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നു. എ യൂണിയൻ ബി ആണ് നമുക്ക് വേണ്ടത്. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഇപ്പോൾ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താണ്? എയിലും ബിയിലുമുള്ള എല്ലാ എലിമെൻസുകളും കൂടെ ചേർന്ന് വരുന്നതാണ് എ യൂണിയൻ ബി. അതായത് ഇതാണ് എ. ബി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഈ എയിലും ബിയിലുമുള്ള എല്ലാ എലിമെൻസുകളും കൂടെ ചേർന്ന് വരുന്നതാണ് എന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം എങ്ങനെ വരും? ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ എ യൂണിയൻ ബി മാറ്റിയിട്ട് ബാക്കി വരുന്ന പോർഷനാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഈ ബ്ലൂ കളറിലുള്ളതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഈ പോർഷനാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇനി അടുത്തത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സബ്സെറ്റുകളായ എയും ബിയും ആണ് വേണ്ടത്. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഇത് എയും ഇത് ബിയും. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? എ മാറ്റിയിട്ട് ബാക്കിയുള്ള പോർഷനുകളാണ് എന്ത്? എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിനകത്ത് എന്തും വരും? ഈ എയിൽ ഉൾപ്പെടാത്ത ബിയുടെ ബാക്കി പോർഷൻസും വരും. അപ്പോൾ അത് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ലൈൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ഇനി എന്താണ് വേണ്ടത്? ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ബി വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻസാണ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ അത് വേറൊരു കളറിലെ ലൈൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നു. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ വിട്ടിട്ട് ബാക്കി ബ്ലൂ വെച്ച് വരച്ചിരിക്കുന്നത് മുഴുവനാണ് എ കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ബി വിട്ടിട്ട് ബാക്കി റെഡ് വെച്ച് വരച്ചിരിക്കുന്നതാണ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ അപ്പോൾ എന്ത് വരും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈനും റെഡ് ലൈനും കൂടെ ചേർന്ന് വരുന്ന എല്ലാ പോർഷനും എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അതായത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഇത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നത്. ചെറുതായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇവിടെ ഈ ബ്ലൂവും റെഡും ലൈൻ വന്നിരിക്കുന്നത് ഈ എയും ബിയും വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻസിലാണ് അല്ലേ. അപ്പോൾ അത് മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. കണ്ടല്ലോ, ഈ ബിക്കകത്ത് ബ്ലൂ ലൈൻ മാത്രമേ ഉള്ളൂ, എയ്ക്കകത്ത് റെഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അത് വിട്ടിട്ട് ബാക്കിയുള്ള ഈ ഒരു പോർഷൻസാണ് എന്താ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും നമുക്ക് ഒരേപോലെയാണ് കിട്ടിയതല്ലേ. ഇനി അടുത്ത തേർഡ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് വെൻ ഡയഗ്രാം വരച്ച് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. ഇത് എ, ഇത് ബി. എന്താ വേണ്ടത്? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത് അല്ലേ. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എയിലും ബിയിലും കൂടെ കോമൺ ആയിട്ടുള്ള പോർഷൻസ് വരുന്നതാണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതായത് ഇതാണ് എ ഇൻ്റർസെക്ഷൻ
ബി. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ളതാണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് ഒന്നുകൂടെ മാറ്റി വരച്ച് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം എ ഇൻ്റർസെക്ഷൻ, ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമുക്ക് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതാ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു, എയും ഇത് ബിയും. അപ്പോൾ ഇതാ നോക്കിയേ, ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം ഇത്രയും പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ളത് മൊത്തം എവിടെ വരും? എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റിനകത്ത് വരും. ഇതും ഇതാ ഇത്രയും പോർഷൻസ് വരും. ഇതാണ് എന്ത്? എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ആദ്യം നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. അതിൽ നമ്മൾ 2 സബ്സെറ്റുകൾ എയും ബിയും വരയ്ക്കുന്നു. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. അപ്പോൾ ആദ്യം നമുക്ക് എ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എ വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻസ് ആണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതാ നമുക്ക് അത്രയും പോർഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. എ വിട്ടിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ അതിനകത്ത് എന്തും വരും? ബിയും വരും. ഇനി നമുക്ക് ബി കോംപ്ലിമെൻ്റ് വേണം. അപ്പോൾ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻസ്. അപ്പോൾ അത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. ബി വിട്ടിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ അതിനകത്ത് എയുടെ ഇത്രയും പോർഷൻസും വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കൂടെ ചേർന്ന് വരുന്ന എല്ലാ പോർഷൻസും എവിടെ വരും? യൂണിയനകത്ത് വരും. അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന മൊത്തം പോർഷൻസും എവിടെ വരും? ഇതിനകത്ത് വരും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇത് ബി. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ വെൻ ഡയഗ്രാം വരച്ചിട്ട് ഇങ്ങനെയൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ വരുന്നത് ഏതാണോ അത്രയും പോർഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരാത്തത് ഷെയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ പോർഷൻ മാത്രം നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.